നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഈ അനുഭവിക്കുന്നതിനും എന്റെ പാവ അച്ഛനെ സഹോദരങ്ങളെയും ചതിക്കുന്നതിനും മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നീ അർഹിക്കുന്നില്ല അവന്തിക. Shut up. കൂടുതൽ നല്ല പിള്ള ചമയണ്ട ആരും. എനിക്കുള്ള ശിക്ഷ ഞാൻ എന്നെ അനുഭവിച്ചു കഴിഞ്ഞതാ. അതിനുള്ള തിരിച്ചടികളാ ഇനി അങ്ങോട്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഗതിയില്ലാത്തോളെന്ന്. അതെങ്ങനെ ആയെന്ന് നിങ്ങൾക്കറിയോ? ആരാ അങ്ങനെ ആക്കിയെന്ന് നിങ്ങൾക്കറിയോ? ആ കഥകളൊക്കെ എന്റെ അനിയത്തിയുടെയും വിധിയായിട്ട് പരിഗണിക്കുന്നോണ്ടാ ഇപ്പോഴും നെല്ലിശ്ശേരിയില് ജീവന്റെ തുടിപ്പുകൾ ബാക്കി നിൽക്കുന്നത്. വലത് കൈയിൽ നിലവിളക്കുമായി നെല്ലിശ്ശേരിയുടെ പടി കയറുമ്പോ എന്റെ ഇടത് കൈയില് ഒരു സാങ്കല്പിക കയറുണ്ടായിരുന്നു. അവിടെയുള്ള ഓരോന്നിനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള തൂക്കുകയർ. എന്നോട് ചെയ്തതിനൊക്കെ പ്രതികാരം ചെയ്തിട്ടേ ഈ അവന്തിക അടങ്ങും. നെല്ലിശ്ശേരി എന്ന ആ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് മണ്ണോട് മണ്ണാവുന്ന ഒരു സ്വപ്നം എനിക്കുണ്ട്. അതിലേക്കെത്താൻ ഇനി കുറച്ചു ദൂരേ ഉള്ളൂ. തറവാട്ടിലെ രാജാവായി സേതുമാധവൻ ഇരിക്കുന്ന ആ സിംഹാസനത്തിലേക്ക് ഈ അവന്തിക നടന്നു കയറുമ്പോ ജീവനുള്ള ഒരെണ്ണം ആ കുടുംബത്തിൽ ബാക്കിയുണ്ടാവില്ല. മരണശിക്ഷ കുറഞ്ഞൊന്നും ഈ അവന്തികയുടെ ആലോചനയിലില്ല. നിന്റെ ഈ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അവന്തിക. സേതുമാധവന്റെ ഒരു മകനെ നിനക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. 3 മക്കള് വേറെ ഉണ്ട് അവിടെ. അതിനു പിന്നിൽ വടവൃക്ഷമായി സേതുമാധവൻ എന്ന എന്റെ അച്ഛനും. കൊന്നുകളയും നിന്നെ. അതിതുപോലെ ഭീരുക്കളെ പോലെ ഇഞ്ചിഞ്ചായിട്ടാവില്ല. നിർത്തണോ? കൊല്ലണോ അല്ലേ? ഇനിയും കൊല്ലണോ അല്ലേ? കുറെ ജീവിതങ്ങൾ തൊലച്ചിട്ടും ഒന്നും മതിയായിട്ടില്ല നിങ്ങൾക്കല്ലേ? എങ്കി കേട്ടോ, ഇനി അങ്ങോട്ട് എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ പോകുന്നത് ഈ അവന്തികയാ. നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ 3 മക്കള് വേറെ ഉണ്ടെന്ന്. ആദ്യ അവറ്റകളെ. അത് കഴിഞ്ഞ് നിന്റെയൊക്കെ ജീവനറ്റ ശരീരം കണ്ട് തളർന്നു നിൽക്കുമ്പോ സേതുമാധവനെ കൊടുങ്കാറ്റിന് സമമായി അവന്തിക വരുമ്പോ ഏത് വടവൃക്ഷവും കടപുഴകി വീഴ്ത്തും ഞാൻ. നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. എനിക്കെതിരെ ആക്രോശിച്ച കാൽ കീഴിലിട്ട് അരച്ചു കളയും ഞാൻ. കൊടുക്കടാ ഒരു ഇഞ്ചക്ഷനോട് അവന്. സ്നേഹാൻഡി. ഉമ്മ ഉമ്മ. ആ നേരത്തെ ഉണ്ടായിരുന്നോ? ഞാനും അമ്മയും 2 ദിവസം കഴിഞ്ഞേ പോവും. ആണോടാ മുത്തേ? വെരി ഗുഡ്. ആരൊക്കെ ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വീട്ടില് ഭയങ്കര വഴക്കാന്നേ. അങ്ങനെ വന്നതാ ഞങ്ങള്. വഴക്കോ? എന്തിന്? ആ
അങ്ങ് വീട്ടില്. ഇവളും ആതിരയും തമ്മില് ആ ഇപ്പോ ഇവക്ക് വെക്കേഷൻ അല്ലേ? ഇവളും ആതിരയും തമ്മിൽ എപ്പോഴും വഴക്കാ. 2 ദിവസത്തേക്ക് ഇങ്ങോട്ട് വന്നാ അത്രയും വഴക്ക് കുറഞ്ഞിരിക്കുമല്ലോ. ഇവക്ക് ഏട്ടത്തെയും കൊണ്ടുവരണമെന്ന് ഒരേ വാശി. ആ ആതിരയ്ക്ക് പ്രായമായിട്ടും കുട്ടിക്കളി ഇതുവരെ മാറിയില്ലല്ലേ? ചിലരങ്ങനെയാ. ഇനിയിപ്പോ ആവണിക്കുട്ടി 2 ദിവസോ 2 മാസോ 2 വർഷമോ കഴിഞ്ഞിട്ട് പോയാ മതി. പഠിപ്പൊക്കെ ഇവിടെ നിന്ന് ആവാലോ. അയ്യോ അത് പറ്റില്ല. 2 വർഷം നിക്കാനുള്ള ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. വേണമെങ്കിൽ 1 വർഷം നിക്കാം. ആ നിങ്ങളിരിക്കെ. മോളെ സ്നേഹേ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. വാ. ഞാനിപ്പോ വരാം. മരുന്ന് കഴിക്കാനുണ്ട്. അച്ഛാ ഞാൻ എടുത്തുതരാം. ആ വേണ്ട മോളെ, നീ ഇവരുടെ കാര്യം നോക്ക്. ആവണി ഇന്ന് കൊളവാക്കിയനെ. കുഞ്ഞുങ്ങളുടെ മനസ്സിലൊന്നും ഇരിക്കില്ല എടുത്തി. അവർക്കറിയില്ലല്ലോ വലിയവര് തമ്മിലുള്ള വഴക്ക് പുറത്ത് പറയാവുന്നതാണോ അല്ലയോന്ന്. എടുത്തിരിക്കുക. ഞാൻ സന്ദീപിനെ ഒന്ന് പോയി കണ്ടിട്ടോ. എടുത്തി ദാ. ഇതെന്താ വൃന്ദാവനത്തിലുള്ളവരൊക്കെ ഇങ്ങോട്ട് മാറിയോ? പെട്ടിയും കിടക്കൊക്കെ ഉണ്ടല്ലോ. രാവിലെ ഒരുത്തി വന്നിരുന്നു. കൊറേ ഷോയും കാണിച്ചിട്ട് പോയി. എന്റെ ചേച്ചി എന്നെ തടഞ്ഞതുകൊണ്ടാ. ഞാൻ വന്നതേ സന്ദീപിനെ കാണാനാ. കണ്ടിട്ടേ പോകുന്നുള്ളൂ. അനഘ, ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ അവളുടെ ഷോ ഇന്ന് ഞാൻ തീർത്തു കൊടുത്തേനെ. അല്ല, എത്ര ദിവസത്തേക്കാ പൊറുതി? അനഘെ, വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? പിന്നെ കടല് കടന്നു വന്ന ഗസ്റ്റുകളല്ലേ മര്യാദ കാണിക്കാൻ. ഞങ്ങൾ എവിടുന്ന് വന്ന ഗസ്റ്റുകളായാലും വന്നതുപോലെ തന്നെ 2 ദിവസം കഴിയുമ്പോ തിരികെ പോവും. അല്ലാതെ ചേച്ചിയെ കെട്ടിച്ചു വിട്ട ബന്ധവും പറഞ്ഞ് നിന്നെപ്പോലെ ഇവിടെ തമ്പടിച്ചു കിടക്കില്ല. സമാധാനം ആയല്ലോ അനഘയ്ക്ക്. ചുമ്മാ ഇരിക്കുന്നവരെ അങ്ങോട്ട് കയറി വലുതും പറഞ്ഞ് ഇങ്ങോട്ട് വാങ്ങുന്ന സ്വഭാവം നിന്റെ രക്തത്തിലുള്ളതാ. ആ രക്തത്തിളപ്പ് ഇങ്ങോട്ട് എടുക്കണ്ട. ഒന്നാമത് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ ഞാനിപ്പോ നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ തലഭ്രാന്ത് പിടിക്കുന്ന വർത്തമാനം കൂടി പറഞ്ഞാല് ഞാൻ നിലവിട്ട് പെരുമാറിയെന്നിരിക്കും. നിലവിടും മുമ്പ് സ്ഥലം വിടുന്നതാ നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.